ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയൊരു പാവക്ക കൊണ്ടാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്കിവിടെ കിട്ടിയത് 4 കിലോ പാവയ്ക്കാണ്. ഇതിൽ ചിലത് ചെറുതായിട്ട് പഴുത്ത പാവയ്ക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഇച്ചിരി പഴുത്ത പാവയ്ക്കൊന്നും ഒരു പ്രശ്നമല്ല. അത് ഇച്ചിരി സമയം ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. റൗണ്ടായിട്ട് കുറച്ച് തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ മുഴുവൻ പാവയ്ക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്കയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്പം അധികം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഉപ്പോ, കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ചേർക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇത് മുഴുവനെ ഒന്ന് കുലുക്കിയെടുക്കുക. ഇതുപോലെ. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാത്തിലും ഒന്ന് പുരണ്ട് വന്നോളും. ഞാൻ ആദ്യം കാണിച്ച സെയിം പ്രോസസ്സ് തന്നെ നമ്മളൊരു കലത്തിൽ ചെയ്തേക്കുന്നുണ്ട്. ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു കലത്തിൽ നമ്മളിത് അടുപ്പയിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണേൽ ഇഡ്ഡലി തട്ടിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു കലത്തിലിട്ടിട്ട് നമുക്ക് അടുപ്പയിൽ വെച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ ആവി ഒന്ന് കയറ്റിയെടുക്കുക. അതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ ആവി ഒന്ന് പറക്കുന്ന രീതിയിൽ വരണം. അപ്പം നമ്മളിതിങ്ങനെ കുലുക്കി കൊടുക്കുക. ഈ കല എടുത്തൊന്നിങ്ങനെ ജസ്റ്റ് കുലുക്കി ആ അടിയിലത്തെ പാവയ്ക്കൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ജസ്റ്റ് കുലുക്കി എടുക്കുക. ഇങ്ങനെ 2-3 തവണ ചെയ്യുക. നല്ലതുപോലെ വെന്ത് പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാനേ പാടുള്ളൂ. എനിക്കിതുപോലെ 2 പ്രാവശ്യം കലത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കേണ്ട വന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്ക ഒരു തുണി വിരിച്ച് അതിലേക്ക് നല്ല വെയിലുള്ള സമയത്ത് വേണം ഇത് ചെയ്യാൻ. നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് പാവയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒട്ടി പിടിച്ചേക്കണയൊക്കെ ഒന്ന് മാറ്റി 2ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെയിലിൻ്റെ അളവനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാം. ഇത് ഒരു 5 ദിവസമൊക്കെ നല്ല വെയിൽ കൊള്ളണം. നല്ല വെയിൽ കൊണ്ട് അത് നല്ല നമ്മളിങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒരു കിലുങ്ങുന്ന രീതിയിലാവണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുത്ത പാവയ്ക്ക എണ്ണയിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ റെഡിയാക്കിയ പാവയ്ക്കാണ് ഇത് നമുക്ക് എണ്ണയിലിട്ട് കോരിയെടുക്കാം. നമ്മളിതുപോലെ ആവി കയറ്റിയിട്ടാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഉണക്കിയെടുക്കുന്നതെങ്കിൽ ആ പാവയ്ക്ക നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ പച്ചനെ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇത് കുറച്ച് ഹാർഡായിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ക്രഞ്ചി ആയിരിക്കും. ശരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു പാകം മനസ്സിലാവുള്ളൂ. നമ്മൾ പച്ച പാവയ്ക്ക ഉണക്കിയെടുക്കുമ്പോൾ ഒരു ഹാർഡ്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനും എത്രയോ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുട്ടികൾക്കും കൂടെ കൊടുക്കാം. ഇച്ചിരി കയ്പ്പ് കുറയുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്രിസ്പിയും നല്ല ക്രഞ്ചിയും ആയ പാവയ്ക്ക കൊണ്ടാട്ടമാണ് ഇത്. നമ്മുടെ ഈ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ മീൻ വറുത്തതൊക്കെ മാറി നിൽക്കും കേട്ടോ. അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ചോറും നല്ല മുളക് ചാറിട്ട മീൻ കറിയും പിന്നെ ഒരു തോരനും കൂടെ നമ്മൾ ഉണ്ടാക്കിയ പാവയ്ക്ക കൊണ്ടാട്ടം നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.